നമസ്കാരം. ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസിന്റെയും MRI റിപ്പോർട്ട് നോക്കുന്ന സമയത്ത്, സ്പൈനിന്റെ MRI നോക്കുന്ന സമയത്ത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഡിസ്ക് ഡെസിക്കേഷൻ എന്ന് പറയുന്നത്. ഡിസ്ക് ഡെസിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടെല്ലിന്റെ ഡിസ്കിനകത്ത് ഉണ്ടാകുന്ന വാട്ടറിന്റെ കണ്ടന്റ് കുറയുന്നതാണ്. അതായത് ഡിസ്കിന് ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ എന്ന് നമുക്ക് പറയാം. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഘടനയിൽ കശേരുക്കൾക്കിടയിലാണ് നമ്മുടെ നട്ടെല്ലിന്റെ ഡിസ്കുകളെ വെച്ചിരിക്കുന്നത്. ഈ ഡിസ്കിന്റെ ഒരു ഭൂരിഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് വാട്ടർ കണ്ടന്റ് കൊണ്ടാണ്. അതായത് ഇതിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്ന ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്നത് ഫുള്ളി വാട്ടർ കണ്ടന്റ് ഉള്ള ഒരു പോർഷനും, അതിന്റെ ഔട്ടർ സൈഡ് ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന പോർഷൻ കുറച്ച് ഫൈബ്രസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലിനകത്ത് ഉണ്ടാകുന്ന ഷോക്കിനെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓരോ മൂവ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്തും നട്ടലിനെ വളയ്ക്കുന്ന സമയങ്ങളിലെല്ലാം നട്ടലിന്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന ഷോക്കിനെ ഈ ഡിസ്ക് അബ്സോർബ് ചെയ്ത് അത് സ്പൈനൽ കോഡിലേക്കും ബാക്കി ഏരിയകളിലേക്കും പോകാതെ ആ ഷോക്കിനെ മൂവ് ചെയ്ത് നിർത്തുക എന്നുള്ള നട്ടലിന്റെ മൊബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റിന്റെ ലിമിറ്റ് അനുസരിച്ചാണ് ഈ ഡിസ്കിനകത്തുള്ള വാട്ടർ കണ്ടന്റും പലപ്പോഴും നിർണ്ണയിക്കപ്പെടുന്നത്. കാരണം അഡ്ജസന്റ് ഫ്ലൂയിഡ്സിൽ നിന്നാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നാണ് വാട്ടർ കണ്ടന്റ് ഡിസ്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എപ്പോഴാണോ നിർജ്ജലീകരണത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേറ്റഡ് സ്റ്റേജിലേക്ക് പോകുന്നത്, ആ സമയത്ത് ഇതിനകത്തോട്ടുള്ള വാട്ടർ കണ്ടന്റ് കുറയുകയും കാലക്രമത്തിൽ ഇതിന് ഈ ഷോക്ക് അബ്സോർബിങ്ങിനുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് ഷോക്ക് അബ്സോർബിങ് ആക്ടിവിറ്റി പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ഡിസ്ക് ഹെർണിയേഷൻ, അതായത് ഡിസ്ക് പ്രൊലാപ്സ് ചെയ്ത് ഏരിയകളിലേക്ക് പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ആക്ഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് കാണാം. അത് മാത്രമല്ല ഓവറോൾ നമ്മുടെ സ്പൈനിന്റെ മൊബിലിറ്റി കുറയുന്നതായിട്ടും സ്പൈനിന്റെ ഹെൽത്ത് അഫക്ട് ചെയ്യുന്നതായിട്ടും നമുക്ക് ഇതുവഴി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദിവസവും നമ്മുടെ ശരീരത്തിന് അഡിക്വേറ്റ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ എടുക്കണം എന്നുള്ളത്. അതിപ്പം ഓരോ പേഴ്സൺസിനും പലപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് 2 ലിറ്റേഴ്സ് 8 ഗ്ലാസസ് ഓഫ് വാട്ടർ എന്നൊക്കെ പറയുമെങ്കിലും ഓരോ മനുഷ്യരുടെയും ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ചും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചും നമ്മൾ വർക്ക് ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചൊക്കെയും ഓരോരുത്തരുടെയും വെള്ളത്തിന്റെ അളവ്, അവർ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് പലപ്പോഴും വ്യത്യസ്തമാണ്. സോ നമ്മുടെ ശരീരത്തിന് ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്ന അളവിലേക്ക് പോകാതെ നമുക്ക് അതിനനുസരിച്ചുള്ള വാട്ടർ ഇൻടേക്ക് എടുക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ ഒത്തിരി ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ സ്പൈനിന്റെ ഹെൽത്തിനെ വളരെയധികം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും. ഇത് കൂടാതെ തന്നെ ഈ ഡിസ്ക് മാത്രമല്ല, നമ്മുടെ നട്ടലിന്റെ പുറകിലുള്ള സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുന്ന മറ്റ് ജോയിന്റ്സ് ഉണ്ട്. ഈ ജോയിന്റ്സിനകത്തുള്ള ഫ്ലൂയിഡ്സിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും സൈനോവിയൽ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി നമ്മുടെ ജോയിന്റ് മൊബിലിറ്റി ബെറ്റർ ആക്കാനും, ഡിസ്കിന് നട്ടലിന് മാത്രമല്ല ശരീരത്തിലുള്ള മറ്റേത് ജോയിന്റ്സിനെ ആണെങ്കിലും ജോയിന്റ് മൊബിലിറ്റി ബെറ്റർ ആക്കാനും നമ്മുടെ മസിൽസിന്റെ ഫങ്ഷൻസ് നോർമലായിട്ട് നടക്കുവാനും ഒക്കെയും ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് നമുക്ക് വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം കുടിക്കുന്നതിൽ ദയവായിട്ട് വീഴ്ച വരുത്തരുത്. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾക്ക് പലപ്പോഴും പറ്റുന്നതാണ് നമ്മുടെ ജോലിയിലും മറ്റു കാര്യങ്ങളും നമ്മൾ ഇൻഡൽജ് ആയി കഴിയുന്നതുകൊണ്ട് നമ്മൾ സമയത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾ മറന്നു പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ലോങ് ടേം സിറ്റിംഗ് വർക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്യുന്ന ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വാട്ടർ ബോട്ടിൽ എപ്പോഴും വെച്ചിരിക്കുന്നത് നമുക്കൊരു റിമൈൻഡർ ആയിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുന്നത് നമ്മളെ ഓവറോൾ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്.